ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജനറൽ നോളജുകളാണ്. ആൻഡമാനിനോട് ഏറ്റവും അടുത്ത രാജ്യം മ്യാൻമാർ. നിക്കോബാറിനോട് ഏറ്റവും അടുത്ത രാജ്യം ഇന്തോനേഷ്യ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി മാർച്ച് എന്നിവ നടന്ന വർഷം 1930. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം കുടൽ. സാർസ്, ക്ഷയം, ന്യൂമോണിയ എന്നീ രോഗങ്ങൾ പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം. കാർൽ മാർക്സ് ജനിച്ച രാജ്യം ജർമ്മനി. ഹിറ്റ്ലർ ജനിച്ച രാജ്യം ഓസ്ട്രിയ. ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അമേരിക്ക. ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ 27. ഇന്ത്യൻ വിനോദസഞ്ചാര ദിനം ജനുവരി 25. പൂവുകളുടെ കാറ്റ് വഴിയുള്ള പരാഗണമാണ് അനിപ്പോമിലി. പൂവുകളുടെ ജലത്തിലൂടെയുള്ള പരാഗണമാണ് ഹൈഡ്രോഫിലി. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് സണിയാത് സെൻ. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ ചെയർമാൻ മാവോ സെ തൂങ്. എയ്ഡ്സ് രോഗചികിത്സയിലെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സസ്യം കറുത്ത മൾബറി. മഞ്ഞപ്പിത്ത രോഗചികിത്സയിലെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സസ്യം കീഴാർ നെല്ലി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ദേശീയഗാനം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. ഇറാൻ്റെ പഴയ പേര് പേർഷ്യ. ഇറാഖിൻ്റെ പഴയ പേര് മെസപ്പൊട്ടാമിയ. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവ്യ. അലിഗർ മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മരതക ദ്വീപ് എന്നറിയപ്പെടുന്നത് അയർലാൻഡ്. പവിഴദ്വീപ് എന്ന് അറിയപ്പെടുന്നത് ബഹ്റൈൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.